ഡോക്ടർ ഗോപൻ, ഇന്നലെ തന്നെ ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ധനമന്ത്രി മാധ്യമങ്ങളെ കണ്ടതാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു ഡേറ്റകളുടെ വിശദാംശങ്ങൾ ഒന്നും നൽകാൻ തയ്യാറായില്ല. അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യം അത് സ്വയം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയത്. സംശയമുണ്ടാകാം എവിടെ നിന്നെടുത്ത് നൽകും എന്നുള്ളത്. പക്ഷേ അങ്ങനെ കൃത്യമായ ആത്മവിശ്വാസം ഉണ്ട്. സർക്കാരിൻ്റെ ചെലവുകളിൽ, അതായത് കൂടുതൽ തുക ചെലവഴിക്കാനുള്ള ശേഷി ഇപ്പോൾ സർക്കാരിനുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ശ്രീ CP ജോൺ ഉന്നയിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമാകുന്നില്ലേ? ഒരു ഭാഗത്ത് ചെലവ് കൂടുന്നു, അതേസമയം വരവ് എന്നത് എവിടെ എന്ന് കാണിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇനിയും കടമെടുക്കുക എന്നതിന് വലിയ പരിധി ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ പെൻഷൻ പ്രഖ്യാപിക്കുന്നു, അതിനിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ഏതാനും മാസങ്ങളേ ഉള്ളൂ എന്ന് താങ്കൾക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ ഒരു ഇലക്ഷൻ ബമ്പർ എന്ന നിലയിൽ തന്നെയുള്ള ഒരു പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുമോ? അഭിലാഷ, ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ്. അതായത് 5 വർഷത്തെ കാലയളവിനുള്ളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മുമ്പിൽ ഇനി ഒരു ഇലക്ഷനിലേക്ക് 200ഓളം ദിവസങ്ങൾ ബാക്കി കിടക്കുകയാണ്. 6 മാസത്തിലധികം ബാക്കി കിടക്കുകയാണ്. ശരിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പറഞ്ഞ ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളിലും ക്രമേണ വർധന കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഉദാഹരണത്തിന് ക്ഷേമ പെൻഷൻ, പിണറായി ഗവൺമെന്റ് അധികാരത്തിലേക്കുമ്പോൾ ക്ഷേമ പെൻഷന്റെ തുക കൊടുത്തുകൊണ്ടിരുന്നതല്ല, അതിൽ പ്രഖ്യാപിക്കപ്പെട്ട തുക 600 രൂപയാണ്. അത് കൊടുത്തുകൊണ്ടിരുന്ന തുകയല്ല, പ്രഖ്യാപിച്ച തുക 600 രൂപയാണ്. ആ 600ന്റെ സ്ഥാനത്ത് 1600 രൂപ കഴിഞ്ഞ മാസം വരെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പെൻഷൻ സെക്യൂരിറ്റി ഫണ്ട് ഉണ്ടാക്കിയപ്പോൾ അതും കേന്ദ്ര ഗവൺമെന്റ് കടത്തിന്റെ പരിധിയിൽപ്പെടുത്തിയതാണ്. പക്ഷെ അത് കടത്തിന്റെ പരിധിയിൽപ്പെടുത്തുമ്പോഴും നമുക്ക് ന്യായമായി എടുക്കാൻ അവകാശമുള്ള കടം പോലും കേന്ദ്ര ഗവൺമെന്റ് നിഷേധിക്കുകയും അതിന്റെ ഭാഗമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തതാണ്. നമുക്ക് അത് ന്യായമായ കടമെടുക്കാനുള്ള അവകാശം പോലും തരാതിരിക്കുമ്പോഴാണ് കടത്തിന്റെ പിറകെ പോയിട്ടല്ല ഇത് ചെയ്യുന്നത് എന്നുള്ളത് സുവ്യക്തമാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പണം കണ്ടെത്തുക എന്നുള്ള ആശങ്കയല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതൃത്വത്തിനുള്ളത്, മറിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതായത് രണ്ട് വാചകങ്ങൾ നമ്മൾ കേട്ടു ജനങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത്. ഒന്ന്, UDFന്റെ കൺവീനർ ബഹുമാന്യനായ ശ്രീ അടൂർ പ്രകാശ് ഉപയോഗിച്ച വാക്ക് ശ്രീ അഭിലാഷിന്റെയും നിങ്ങളുടെ ചാനലുകളുടെയും മനസ്സിലുണ്ട്, മര്യാദകളായി കാണിക്കുന്നുണ്ടാണ്. ഒരു തെറ്റായ കാര്യം ചെയ്താൽ, ഒരു മോശപ്പെട്ട കാര്യം ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെടുത്തിട്ടാണ് കേരളത്തിലെ 62 ലക്ഷം സാധാരണ മനുഷ്യരുടെ കൈക്കുമ്പിളി ലഭിക്കുന്ന 1600 രൂപയെ 2800 ആക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ടാണ് അദ്ദേഹം ഈ മര്യാദകൾ എന്ന വാക്ക് ഉപയോഗിച്ചത്. അത് 2000-ലെത്തിയപ്പോൾ അദ്ദേഹം കരുതി വച്ചിരിക്കുന്ന ഏറ്റവും വൃത്തിഹീനമായ വാക്കുകൾ ഏതാണെന്നുള്ളത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് സഹായം ചെയ്താൽ അത് ഏറ്റവും ആക്ഷേപിക്കുന്ന ഒരു പ്രതിപക്ഷം നമ്മുടെ രാജ്യത്ത് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇതിനുള്ള സമ്പത്ത് എവിടെ നിന്നുള്ളതാണ്. സമ്പത്ത് ധനകാര്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷെ എന്താ ആത്മവിശ്വാസം? ധനകാര്യമന്ത്രി പറയുന്നതിന്റെ ഒരു കാരണവും ഗവൺമെന്റ് ചെയ്ത് കാണിച്ചു കൊടുത്തതും അതിവേഗതയിൽ നമുക്ക് സാമ്പത്തിക ശേഖരണം, നമ്മുടെ വരുമാന മാർഗത്തെ നമുക്ക് മുഴുവൻ പിരിച്ചെടുക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമമുണ്ട്. അതായത് നികുതി കുടിശ്ശിക പിരിക്കുക എന്നുള്ളത്, അത് സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അതിനുശേഷിയുള്ള ബഹുമാന്യനായ CP ജോണിന് അത് അറിയാൻ വയ്യാത്തതല്ല. അപ്പൊ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം എന്തുകൊണ്ടാത്? നമ്മൾ സാധാരണ പറയാറുണ്ട്, ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. സെൻട്രൽ ഗവൺമെന്റ് എല്ലാ മേഖലയിലും 60-40 എന്നുള്ള കേന്ദ്ര സ്കീമിന്റെ പണമാണ് അവർ തരാനുള്ളത്. ഒന്നാമത്തത്. രണ്ടാമത്, ഇവിടുന്ന് പിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന നികുതി വിഹിതമാണ് അവർ തരാനുള്ളത്. GSTയുടെ നഷ്ടപരിഹാരം അവർ തരാനുള്ളത്, അല്ലാതെ അവരുടെ ഔദാര്യം കൊണ്ട് തരുന്നതല്ല. ആ തരാനുള്ള പണം പോലും തരാതിരിക്കുകയും നമ്മളെ വിഷമത്തിൽ ചെയ്തപ്പോ നമ്മുടെ മുമ്പിൽ പിന്നെ വേറെ മാർഗമില്ല, നമുക്ക് നികുതി പിരിച്ചെടുക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലേക്ക് പോവുക. ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെയും നമുക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് PMC എന്നോ CPI എന്നോ ഒക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ
ഗവൺമെന്റ് അതിനുള്ള തുക കണ്ടെത്തിക്കൊണ്ടാണ്. Right. മാത്രമല്ല, ഇത് 6 മാസം ഇനി ഗവൺമെന്റിന്റെ മുമ്പിൽ ഉണ്ടല്ലോ, ആ. അപ്പൊ കൊടുക്കുമല്ലോ എന്ന് അറിയാമല്ലോ. വെറുതെ തീർച്ചയായും പ്രഖ്യാപനമാണോ, പക്ഷേ കൊടുക്കുമല്ലോ എന്ന് പക്ഷേ അറിയാമല്ലോ. ഡോക്ടർ ഒരു ഗോപൻ കാര്യം താങ്കൾ കൂടി പറയാം, ഒരു കാര്യം കൂടി പറയാം, ശരി ഒരു കാര്യം കൂടി പറയാം. ആ. ഇത് പ്രതിപക്ഷത്തിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാൻ അവര് വിഷമിക്കണ്ട. അടുത്ത 5 വർഷം ഇത് ഞങ്ങൾ തന്നെ കൊടുത്തോളാം. അവരെ കാര്യത്തിൽ ഒരാശങ്കപ്പെടുക. ശരി, ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. ഇപ്പൊ തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷനുകൾ ജനങ്ങളിലേക്ക് എത്തുന്നുവെങ്കിൽ അത് നല്ല കാര്യം തന്നെ. പക്ഷേ പ്രതിപക്ഷം ഈ ആശങ്ക ഉന്നയിക്കുന്നത് വെറുതെ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. താങ്കൾ ഈ പറഞ്ഞു, അതായത് പണം എങ്ങനെ തിരിച്ചെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കർമ്മ പദ്ധതിയുമായി തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോഴും കണക്കുകൾ അപ്രകാരമല്ലല്ലോ. ഇപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാർ 2016 അധികാരത്തിലേറുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം എന്നത് ഏതാണ്ട് 1.57 ലക്ഷം കോടിയാണ്. ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം അത് 4.22 ലക്ഷമാണ്. ഈ സർക്കാർ അധികാരത്തിൽ നിന്നൊഴിയുമ്പോൾ, അതിനുശേഷം ഏത് സർക്കാർ അധികാരത്തിൽ വരുമെന്നത് അറിയില്ല, എന്തുമാകട്ടെ 6 ലക്ഷം കോടിയിലേക്ക് നമ്മുടെ കടം കുതിക്കുന്നു എന്നുള്ളത് അത് ഡേറ്റകൾ ആണല്ലോ ശ്രീ ഗോപൻ. അതിൻ്റെ മറുഭാഗത്ത് താങ്കൾ ഈ പറയുന്നത് പോലെ ഈ കുടിശ്ശികയടക്കം പിരിച്ചെടുക്കാൻ പറ്റുന്നത് ഈ തുകയുമായി താരതമ്യം ചെയ്യാവുന്ന ഡേറ്റകൾ ആണോ? അതായത് ഇനി വരാൻ പോകുന്ന അധിക ബാധ്യത എന്നത് ഈ കുടിശ്ശിക പണം കൊണ്ട് മറികടക്കാൻ പറ്റുന്ന ഒന്നാണോ? അല്ല ശ്രീ അഭിലാഷ്, അഭിലാഷ് പറഞ്ഞ കണക്കിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കേരളത്തിൽ 6 ലക്ഷം കോടി രൂപയുടെ കടമില്ല. അല്ല, നിലവിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അതിലേക്ക് എത്തുന്നു എന്നാണല്ലോ കണക്കുകൾ എന്നാണ് മനസ്സിലായത്. ഇപ്പൊ നിലവിൽ 6 ലക്ഷം കോടി രൂപയുടെ കടം കേരളത്തിലില്ല. 4 ലക്ഷം കോടിയില്ലേ? 4 ലക്ഷം 6 ലക്ഷം കോടി വരെ. അല്ല, അത് ഏറ്റവും ഒടുവിലെ ഡേറ്റ അതാണല്ലോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വരാനിരിക്കുന്ന ഡേറ്റയാണ്. ഞാനത് പറയട്ടെ. നമ്മളിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ കേൾവിക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അതായത് 4 ലക്ഷം കോടിയുടെ സ്ഥാനത്ത് 6 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ മാറ്റമാണെന്നറിയോ? ചെറിയ തുകയല്ല അങ്ങ് പറഞ്ഞേ. 10,000 20,000 അല്ല, 2 ലക്ഷം കോടിയുടെ കാര്യം പറഞ്ഞു. ശ്രീ ഗോപൻ, താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, ഞാൻ ആവർത്തിക്കുന്നു. ഞാനത് ടെക്നിക്കലി പറയുന്നത് തെറ്റെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഡേറ്റകൾ അനുസരിച്ച് 4 ലക്ഷം കോടി, പക്ഷേ അതിലേക്ക് കുതിക്കുന്നു. അതായത് 6 ലക്ഷം കോടിയിലേക്ക് നമ്മുടെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ കുതിക്കുന്നു എന്ന വിവരമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് പറഞ്ഞത്. അത് സാങ്കേതികമായ കണക്കായി ഞാനും പറയുകയല്ല. അല്ല അഭിലാഷേ, നമ്മൾ ഇതിനെ ഒരു താരതമ്യത്തിന് വിധേയമാക്കിയാൽ മതി. ഇത്തരം ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഇതര സംസ്ഥാന ഗവൺമെന്റുകളുടെ കടത്തിന്റെ അനുവാദം അങ്ങൊന്ന് പരിശോധിച്ച് നോക്കിയേ. സെൻട്രൽ ഗവൺമെന്റിന്റെ കടത്തിന്റെ അനുവാദം എത്ര? 25 ലക്ഷം കോടി രൂപ കടമുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ്. കേരളത്തിന് അർഹതപ്പെട്ട കടം പോലും കേരളം എടുക്കുന്നില്ല, എടുക്കാൻ അവർ സമ്മതിക്കുന്നതുമില്ല. അപ്പൊ വലിയ 25 അല്ല 200 ലക്ഷം കോടി, 200 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേന്ദ്ര ഗവൺമെന്റ് വരുത്തി വെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അവിടെ മറ്റ് സ്റ്റേറ്റുകൾ, അവരൊക്കെ ഭരിക്കുന്ന മറ്റ് സ്റ്റേറ്റുകൾ, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ഭരിക്കുന്ന സ്റ്റേറ്റുകളും കേരളത്തിന്റെ ജനസംഖ്യാനുപാതികമായ കടവുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ കടത്തിലേക്കല്ല പോകുന്നത്. അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഈ 6 വരി പാത യാഥാർത്ഥ്യമാവുകയും 2.5 ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കുകയും കേരളത്തിലെ ടൂറിസം വികസിക്കുകയും കേരളത്തിന്റെ വ്യാവസായിക നിക്ഷേപം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്തു വരികയാണ്. അപ്പൊ കേരളത്തിന്റെ വരുമാനം വർദ്ധിക്കുക എന്നുള്ളത്, വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതിനെ പ്രശ്നവൽക്കരിക്കാതെ അതിനെ യാഥാർത്ഥ്യബോധത്തോട് നോക്കി വരുമാന വർധനവിനുള്ള സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ആ സമീപനത്തിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഈ സെൻട്രൽ ഗവൺമെന്റ് സ്കീമിൽ അവര് തരാനുള്ള 60% തുക തരുന്നതിന് എന്ത് നിലപാടാണ് നമ്മുടെ ഇത്തരം കേരളത്തിന്റെ കടത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരെടുക്കേണ്ട ഒരു നിലപാട്? സെൻട്രൽ ഗവൺമെന്റ് തരുന്ന പണം, അവരുടെ പദ്ധതിയുടെ പണം പോലും 60-40 എന്നുള്ള പണം പോലും തരാതിരിക്കുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അത് കോടതി പോയാലും പിടിച്ചു വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ടുന്നതിന് പകരം ദൂരെ മാറിയതുകൊണ്ട് കേരളം ഈ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം കൂടെ എങ്ങനെ കൊടുക്കുമെന്നുള്ള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, ഈ 62 ലക്ഷം പേർക്ക് പെൻഷൻ ഇപ്പോ മുടങ്ങാതെ കൊടുക്കുന്നുണ്ടല്ലോ. വലിയ ആവേശത്തിരുന്നാണ് പലരും ഇത് കൊടുക്കത്തില്ലെന്ന് കരുതി. അതൊരു അവിടെയാണ് ശ്രീ CP ജോൺ ഉന്നയിച്ചത്. അതായത് ഈ ക്ഷേമ പെൻഷൻ നൽകുമ്പോൾ മറുഭാഗത്ത് കുടിശ്ശികയാകുന്ന നിരവധി ആളുകളുണ്ട്. അതായത് നിർമ്മാണ തൊഴിലാളികളുടെ കാര്യം അദ്ദേഹം ഉദ്ധരിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുന്ന കണക്കനുസരിച്ച് മാസങ്ങളായി അത് കുടിശ്ശികയിലാണ് എന്ന് പറയുന്നു. ഇപ്പോൾ നെൽകർഷകർക്ക് ലഭിക്കേണ്ട തുക അത് ഞങ്ങൾ ഇന്ന്
ഞങ്ങളുടെ റിപ്പോർട്ടർ ആലപ്പുഴയിൽ നിന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴും അതിൽ വ്യക്തതയില്ല എന്നാണ് കർഷകർ പറയുന്നത്. അവർ മാസങ്ങളായി നെല്ല് സംഭരിച്ചു വെച്ചിരിക്കുന്നു. ആ നെല്ല് തന്നെ ഇപ്പോൾ കേടാകുമോ എന്ന ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ മറുഭാഗത്ത് നിരവധിയായ കുടിശ്ശികകൾ ഉണ്ട്. അതിനെ ക്ഷേമ പെൻഷൻ എന്നത് മാത്രമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് മറയ്ക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടിയുണ്ട്. അതിനെ അഡ്രസ് ചെയ്തല്ലോ ശ്രീ അഭിലാഷേ. അതായത് നെൽകർഷകരുടെ കുടിശ്ശിക സെൻട്രൽ ഗവൺമെന്റ് വിഹിതം എത്രയാ, അവരെന്താ പൈസ തരാത്തത്? അത്തരം ചോദ്യങ്ങൾ ആരും ഉന്നയിക്കുന്നില്ലോ. മാധ്യമങ്ങൾക്ക് അത് പഥ്യമല്ല, പ്രതിപക്ഷത്തിന് അത് പഥ്യമല്ല, അത്തരം ചർച്ചകൾ നടത്താൻ താല്പര്യമില്ല. സെൻട്രൽ ഗവൺമെന്റ് ഈ പൈസ തരാത്തതിനെ കുറിച്ചുള്ള ചർച്ചകളല്ല ഇത്തരം കാര്യങ്ങൾ നടക്കണ്ടേ. രണ്ടാമത്തെ കാര്യം ഈ ഇവരുടെ നമ്മുടെ നിർമ്മാണ തൊഴിലാളികളുടേത് പ്രധാനമായിട്ട് ഈ ഓണേഴ്സിന്റെ കുടിശ്ശിക വരാത്തതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് അത് കുടിശ്ശികയായിട്ട് പോയത്. അത് പിരിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും വേണ്ടത്ര വിജയിക്കുന്നില്ല. പക്ഷെ അത് വിജയിച്ചില്ലെങ്കിലും ഗവൺമെന്റ് അഡ്വാൻസ് കൊടുത്തുകൊണ്ട് അവരുടെ കുടിശ്ശിക ഇതോടൊപ്പം കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ് നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ. അതുപോലെ അത് മാത്രമല്ല, ഈ പറഞ്ഞ നെൽകൃഷിക്കാർക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്യാത്തൊരു കാര്യമാണല്ലോ കേരളം ചെയ്തത്. ബാങ്കുകളുമായിട്ട് ധാരണ എത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോടുകൂടി ബാങ്കുകൾ മുൻകൂട്ടി പണം കൊടുക്കുക, പിന്നീട് അത് ലഭിക്കുന്ന മുറയ്ക്ക് ബാങ്കുകൾ തിരിച്ചടയ്ക്കുക. ഇത് ഇന്ത്യയിൽ വേറെ ഏത് സ്റ്റേറ്റ് നടപ്പിലാക്കിയ കാര്യമാണ്? ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ വില കൊടുക്കാതെ, അവരുടെ MSP കൊടുക്കാതെ, മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് കൊടുക്കാതെ മറ്റ് സ്റ്റേറ്റുകൾ അവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി ഇതൊരു മാതൃകയാണ്. അങ്ങനെയാണ് നമ്മൾ അവരെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഒരു വിഭാഗത്തെ പട്ടിണിയിലിട്ടിട്ട് മറ്റൊരു വിഭാഗത്തെ തലോടുക എന്നുള്ള സമീപനം ഇല്ല എന്നുള്ളതാണ് ഇന്നലത്തെ പ്രഖ്യാപനത്തിന്റെ രക്തം ചുരുക്കം. ശരി, ശ്രീ ആർ